കോഴിക്കോട് സമാന്തര ഉദ്ഘാടനവുമായി ബിജെപിയും 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കോഴിക്കോട് നിർമ്മിച്ച വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു നിർവഹിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഔദ്യോഗികമായി കെട്ടിടം ഉദ്ഘാടനം ചെയ്യേണ്ടത്. എന്നാൽ ഉദ്ഘാടനത്തിലേക്ക് കേന്ദ്രമന്ത്രിയെയോ ബിജെപി എംപിമാരെയോ ക്ഷണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബിജെപിയുടെ പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ച ദേശീയപാത ചടങ്ങിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്ത നടപടിയിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തുടർന്ന് മന്ത്രി റോഡ് ഷോ നടത്തി സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. അതേ പാതയിലാണ് ബിജെപി വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ആകെ ചിലവായിട്ടുള്ള 2,17,40,000 രൂപയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്. ഒരു നയാ പൈസ പോലും പിണറായി വിജയന്റെ ഗവൺമെന്റിൻ്റെതില്ല, ആരോഗ്യ വകുപ്പിൻ്റെതില്ല, കേരളത്തിന്റെ. ഇതിന്റെ ഉള്ളിലുള്ള ഒരു അടിസ്ഥാന സൗകര്യത്തിന് ഒരു ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കാൻ 1 രൂപ പോലും പിണറായിയുടെ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് നിങ്ങൾ കാണേണ്ടത് 68,000 കോടി രൂപയുടെ ദേശീയപാത നിർമ്മാണത്തിൽ 23,000 കോടി രൂപ സ്ഥലമേറ്റെടുക്കാനുള്ളതിന്റെ 25%മായ 5,750 കോടി രൂപ ഞങ്ങൾ കൊടുക്കുമെന്നും പറഞ്ഞ് 5,000 കോടി രൂപ മാത്രം കൊടുത്ത് ആ കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കുന്ന തരത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്തിയിട്ടുള്ള മുഹമ്മദ് റിയാസിനോടാണ് പറയുന്നത്, അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി കൊടുത്ത 2,17,40,000 രൂപയും നരേന്ദ്രമോദി ഗവൺമെന്റിൻ്റെതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ 100% ഉത്തരവാദിത്തത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. തോട്ടത്തിൽ രവീന്ദ്രന്റെയും കുത്തകയിൽ ആൺകുട്ടികൾ സമാന്തര ഉദ്ഘാടനം ചെയ്യാൻ അറിയാവുന്ന ആൺകുട്ടികൾ കേരളത്തിലുണ്ട്.